ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് ഈ ഒരു സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് ഇഷ്ടത്തിലാണെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എന്ത് തരത്തിലുള്ള ബന്ധമാണ് എന്നുള്ളൊരു കണ്ടെത്തലാണ്. അതായത് അതൊരു ടിൻ ഫ്ലൈം കണക്ഷൻ ആണോ, അതല്ലെങ്കിൽ അതൊരു സോൾമേറ്റ് കണക്ഷൻ ആണോ, അതുമല്ലെങ്കിൽ അതൊരു കാർമിക് കണക്ഷൻ ആണോ എന്നുള്ളൊരു റീഡിംഗ് ആണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ടിൻ ഫ്ലൈം എന്ന് പറയുമ്പോൾ ഒരു ആത്മാവിൻ്റെ രണ്ട് ഭാഗങ്ങളായിരിക്കാം. അതുപോലെ തന്നെ സ്ട്രോങ് കണക്ഷൻ ആയിരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വരുന്നൊരു ബന്ധമാണ്. അതുപോലെ തന്നെ സോൾമേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളെ എപ്പോഴും കൂടുതൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ മനസ്സിലാക്കി കൂടി നിൽക്കുന്ന ഒരു ബന്ധമായിരിക്കാം. അതുപോലെ കാർമിക് കണക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആവർത്തിച്ച് വേദന തരുന്ന ഒരു ബന്ധമായിരിക്കാം. അപ്പോൾ ഇതിലേതാണ് നിങ്ങളുടെ ബന്ധം എന്ന് നമ്മളിവിടെ കണ്ടെത്താനായിട്ട് പോവുകയാണ്. അതിനു മുൻപ് ഓർക്കുക, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിക്കുക. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ രണ്ട് ക്യാൻഡിൽ വെച്ചിട്ടുണ്ട്. ഇതൊരു റെഡ് ക്യാൻഡിൽ ആണ്, ഇതൊരു വൈറ്റ് ക്യാൻഡിൽ ആണ്. ഇതിൽ ഏതിനോടാണോ നിങ്ങൾക്ക് കൂടുതൽ ആകർഷണം തോന്നുന്നത് അത് തിരഞ്ഞെടുക്കാവുന്നതാണ്. തിരഞ്ഞെടുത്തെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കടക്കാം. ആദ്യം നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് വൈറ്റ് ക്യാൻഡിൽ റീഡിംഗ് ആണ്. അപ്പോൾ അതിനു മുൻപ് ഈ ഒരു ക്യാൻഡിൽ ഒന്ന് നമുക്ക് കത്തിക്കാം. ഓക്കെ, ഞാനിത് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ മുഖം ആവർത്തിച്ച് നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഈ ഒരു റീഡിംഗ് കാണുക. നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കടക്കാം. ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എന്ത് തരത്തിലുള്ള ബന്ധമാണെന്ന് നോക്കാം. അതൊരു ടിൻ ഫ്ലെയിം ആണോ, അതുമല്ലെങ്കിൽ അതൊരു സോൾമേറ്റ് കണക്ഷൻ ആണോ, അതോ കാർമിക് കണക്ഷൻ ആണോ നമുക്ക് നോക്കാം. ഫോർ ഓഫ് പെന്റക്കിൾസ്, ഫൈവ് ഓഫ് സോർട്സ്, ത്രീ ഓഫ് കപ്സ്, സെവൻ ഓഫ് കപ്സ്. ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഞാൻ 4 കാർഡാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ആദ്യം തന്നെ ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കാർമിക് കണക്ഷൻ്റെ എനർജിയാണ് കിട്ടുന്നത്. അതായത് ഈ ഒരു വ്യക്തിയെ വിട്ടുകളയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കാത്ത ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി ആവർത്തിച്ചു പെയിൻ തന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. അതായത് എത്രയൊക്കെ വേദന ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും കിട്ടിയാലും നിങ്ങൾ മാറാനായിട്ട് നിങ്ങൾ ഇവിടെ തയ്യാറല്ല. അതുപോലെ തന്നെ വിട്ടുകളയാനും നിങ്ങൾ തയ്യാറല്ല എന്നാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ഇവിടെ അതായത് ഒരുപാട് വേദനകൾ തന്നെങ്കിൽ പോലും പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. പക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരുപാട് വേദനകൾ ഇവർ എനിക്ക് ആവർത്തിച്ച് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തിൽ എനിക്ക് കൂടുതലായിട്ട് നല്ല കാര്യങ്ങളൊന്നും കിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പോലും നിങ്ങൾ അവിടുന്ന് വിട്ടുപോകുവാനായിട്ട് തയ്യാറല്ലാത്ത ഒരു എനർജിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ സെവൻ ഓഫ് കപ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വ്യക്തിക്ക് ഒരു കാര്യത്തിലും ഒരു സ്ഥിരത ഇല്ലാത്ത വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് മറ്റൊരു കാര്യം ഇവരുടെ മുൻപിൽ വരുമ്പോൾ മുൻപുണ്ടായിരുന്ന കാര്യത്തെക്കുറിച്ച് പോലും ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി അവരുടെ സുഹൃത്തുക്കൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു പ്രാധാന്യം തരാതെ കൂടുതലും സുഹൃത്തുക്കളുമായിട്ട് സമയം ചിലവഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ ഫൈവ് ഓഫ് സോർട്സും കിട്ടിയിട്ടുണ്ട്. അതായത് ആവർത്തിച്ച് നിങ്ങൾക്ക് ഒരുപാട് വേദന ഈ ഒരു വ്യക്തി തന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇത് മാനസികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു സമയത്ത് പോലും ഈ ഒരു ബന്ധത്തിൽ നിന്നും പോകുവാൻ, അതായത് ഇവരെ വിട്ടിട്ട് പോകുവാനായിട്ട് നിങ്ങൾ തയ്യാറല്ല. അതായത് കാർമിക് കണക്ഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അതിൽ നിന്നും പുറത്തോട്ട് വരിക കുറച്ച് പ്രയാസമാണ്, അതിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ അത് തിരിച്ചറിയുക എന്നുള്ളതാണ്. കാരണം ഇവരുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം ഒരു കാർമിക് കണക്ഷനായിട്ട് കാണിക്കുന്നുണ്ട്. ആവർത്തിച്ച് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഈ ഒരു സമയത്തും പെയിൻ തന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്.
അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ടയേർഡ് ആണെന്ന് കാണിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിയുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ മൂലം ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെയധികം ടയേർഡ് ആയിരിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതായത് ഇവർ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വന്നത് നിങ്ങൾക്കൊരു ലെസൺ ആയിട്ടാണെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. കാരണം കാർമിക് കണക്ഷൻ എല്ലാം ഇത്തരത്തിലുള്ള ഒരു പാഠം പഠിപ്പിക്കുവാനാണ് നമ്മുടെ ജീവിതത്തിലോട്ട് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എനർജിയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വൈറ്റ് ക്യാൻഡിൽ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ഇതാണ്. നിങ്ങൾ ഓർത്ത് ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം ഒരു കാർമിക് കണക്ഷൻ ആയിട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. അടുത്ത് നമുക്ക് റെഡ് ക്യാൻഡിൽ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആ ഒരു ക്യാൻഡിൽ ഒന്ന് കത്തിക്കാം. ആ ഒരു വ്യക്തിയെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഈ ഒരു റീഡിംഗ് കാണുക. ഞാൻ ഈ ക്യാൻഡിൽ കത്തിച്ചിട്ടുണ്ട്. എന്ത് തരത്തിലുള്ള ബന്ധമാണ് ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കടക്കാം. നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിലുള്ള ബന്ധം അതൊരു സോൾമേറ്റ് കണക്ഷൻ ആണോ, അതല്ലെങ്കിൽ അതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണോ, അതോ ഒരു കാർമിക് കണക്ഷൻ ആണോ, എന്താണ്? Four of Swords, Devil, Three of Swords, ജഡ്ജ്മെന്റ്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഇവിടെ വ്യക്തമായ ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഇവിടെയും ഒരു കാർമിക് കണക്ഷൻ തന്നെയാണ് കാണിക്കുന്നത്. ത്രീ ഓഫ് സോർട്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതായത് ഇത് നിങ്ങളുടെ എനർജിയാണ് പറയുന്നത്. ആവർത്തിച്ച് നിങ്ങൾക്ക് വേദന ഈ ഒരു വ്യക്തി തന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ വിട്ടുപോകാൻ തയ്യാറല്ല. ആദ്യത്തെ പൈൽ പോലെ തന്നെയാണ് നമുക്ക് അടുത്ത ഒരു രണ്ടാമത്തെ പൈലും കിട്ടിയിരിക്കുന്നത്. അതായത് ഇത് ഒരു കാർമിക് കണക്ഷൻ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഡബിൾ കാർഡ് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് ഒരു അഡിക്ഷൻ പോലെയാണ്. കാരണം ഈ ഒരു ബന്ധത്തിൽ നിന്നും നിങ്ങൾക്ക് പുറത്തോട്ട് വരാനായിട്ട് സാധിക്കുന്നില്ല. ആഗ്രഹമുണ്ട്, പക്ഷെ പുറത്തോട്ട് വരാനായിട്ട് സാധിക്കുന്നില്ല. ഒരു ചങ്ങലയിൽ നിങ്ങൾ അകപ്പെട്ട ഒരു എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം അറിയേണ്ടത്, ഈ ഒരു ബന്ധം നിങ്ങൾക്ക് കൂടുതൽ പെയിൻ മാത്രം തരുന്ന ഒരു ബന്ധമാണ്. അപ്പോൾ ആ ഒരു ചങ്ങലയിൽ നിന്നും നിങ്ങൾ പതുക്കെ പുറത്തോട്ട് ഇറങ്ങുവാനായിട്ട് ശ്രമിക്കുക. കാരണം ഇതിലൂടെ നിങ്ങൾ ചില പാഠങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫോർ ഓഫ് സോർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. ഒരുപാട് ചിന്തകളാൽ നിങ്ങൾ ഈ ഒരു സമയത്ത്, അതായത് ഓവർ തിങ്കിങ് വളരെ അധികമാണെന്ന് കാണിക്കുന്നുണ്ട്. ഈ ഒരു ബന്ധം നിങ്ങളെ ഇവിടെ മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും തളർത്തിയതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വിശ്രമം ആവശ്യമാണ്. വിശ്രമിച്ച് വീണ്ടെടുക്കുക എന്നുള്ളൊരു സന്ദേശമാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് കുറച്ചൊന്ന് നിശബ്ദമായിട്ട് ഇരിക്കുന്നത് നല്ലതാണ്. മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും എന്ന് കാണിക്കുന്നുണ്ട്. പല വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് കാണുന്നത് മാനസികമായിട്ട് തകർന്നു പോയതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ജഡ്ജ്മെന്റ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇനി ഉണർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്കൊരു തിരിച്ചറിവ് വേണമെന്ന് കാണിക്കുന്നുണ്ട്. കാരണം ഈ ഒരു ബന്ധവുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലും ഒരു പെയിൻ ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ തിരിച്ചറിയുക, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് ഒരു ലെസൺ പഠിപ്പിക്കുവാനായിട്ടാണ്. അതല്ലാതെ നിങ്ങൾ നിൽക്കേണ്ട ഒരു സ്ഥലമായിരുന്നില്ല. ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു നോ കോണ്ടാക്ട് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഒരു വിഷമത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയേണ്ടത്, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് നിങ്ങളെ ഒരു ലെസൺ പഠിപ്പിക്കുവാനായിട്ടാണ്. അല്ലാണ്ട് നിങ്ങൾക്കൊപ്പം ജീവിതകാലം മുഴുവൻ ഉണ്ടാകേണ്ട ഒരു വ്യക്തിയല്ല. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക എന്നുള്ളൊരു സന്ദേശമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് പൈലെടുത്തതും കിട്ടിയിരിക്കുന്നത് കാർമിക് കണക്ഷൻ ആണ്. മറ്റൊരു തരത്തിലുള്ള കണക്ഷൻ നമുക്കിവിടെ കിട്ടുന്നില്ല. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.